നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. ബിലീവേഴ്സ് ചർച്ച് വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ PO, അഷ്ടമിച്ചിറ, ചാലക്കുടി. മൂർക്കനാട് ശിവക്ഷേത്രത്തിൽ ഉത്സവത്തിനിടെയുണ്ടായ ആക്രമണത്തിൽ ഒരാൾ മരിച്ചു. 5ഓളം പേർക്ക് ഗുരുതര പരിക്ക്. വെളുത്തൂർ മനക്കുടി സ്വദേശി ചുള്ളിപ്പറമ്പിൽ വീട്ടിൽ സുഭാഷ് ചന്ദ്രബോസിന്റെ മകൻ അക്ഷയാണ് മരിച്ചത്. ട്രെയിനിൽ നിന്ന് ചാലക്കുടി പുഴയിൽ വീണ ഒരാൾ മരിച്ചു. മധ്യപ്രദേശ് സ്വദേശി രാംകിഷൻ ബാവേദിയാണ് മരിച്ചത്. തൃശൂരിൽ 100% വിജയമുറപ്പിച്ചുവെന്ന് കെ മുരളീധരൻ. കരുവന്നൂർ വിഷയത്തിൽ ED സജീവമാകുന്നത് ഡീൽ ഉറപ്പിക്കാൻ വേണ്ടിയാണ് എന്നും കെ മുരളീധരൻ പറഞ്ഞു. വാർത്തകൾ വിശദമായി. മൂർക്കനാട് ശിവക്ഷേത്രത്തിൽ ഉത്സവത്തിനിടെയുണ്ടായ ആക്രമണത്തിൽ ഒരാൾ മരിച്ചു. 5ഓളം പേർക്ക് ഗുരുതര പരിക്ക്. വെളുത്തൂർ മനക്കൊടി സ്വദേശി ചുള്ളിപ്പറമ്പിൽ വീട്ടിൽ സുഭാഷ് ചന്ദ്രബോസിന്റെ മകൻ അക്ഷയാണ് മരിച്ചത്. മൂർക്കനാട് ആലുംപറമ്പിലാണ് സംഭവം. മൂർക്കനാട് ശിവക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ചുള്ള വെടിക്കെട്ട് കഴിഞ്ഞതിന് തൊട്ടു പിന്നാലെയാണ് സംഭവം. വൈകിട്ട് 7 മണിയോടെ നടന്ന ആക്രമണത്തിൽ 6 പേർക്ക് കുത്തേറ്റു. മാപ്രാണം ലാൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ഇവരിൽ 4 പേരെ തൃശൂർ എലൈറ്റ് ആശുപത്രിയിലേക്കും ഒരാളെ ഇരിഞ്ഞാലക്കുട സഹകരണ ആശുപത്രിയിലേക്കും മാറ്റി. മരണപ്പെട്ട അക്ഷയ്ക്ക് നെഞ്ചിനോട് ചേർന്നാണ് കുത്തേറ്റത്. ആനന്ദപുരം സ്വദേശി കൊല്ലപ്പറമ്പിൽ ഷിജുവിന്റെ മകൻ സാഹിൽ, മൂർക്കനാട് സ്വദേശി കരിക്കപ്പറമ്പിൽ പ്രജിത്ത്, കൊടകര സ്വദേശി മഞ്ചേരി വീട്ടിൽ മനോജ്, ആനന്ദപുരം സ്വദേശി പൊന്നിയത്ത് വീട്ടിൽ സന്തോഷ്, തൊട്ടിപ്പാൾ സ്വദേശി നെടുമാൾ വീട്ടിൽ നിഖിൽ എന്നിവരാണ് പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നവർ. ഇരിഞ്ഞാലക്കുട DYSP കുഞ്ഞുമൈദിന്റെ നേതൃത്വത്തിൽ പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. ട്രെയിനിൽ നിന്ന് ചാലക്കുടി പുഴയിൽ വീണ മധ്യപ്രദേശ് സ്വദേശി മരിച്ചു. 32 വയസ്സുള്ള രാംകിഷൻ ബാവേദിയാണ് മരിച്ചത്. ബാംഗ്ലൂർ ഇന്റർസിറ്റി എക്സ്പ്രസിൽ നിന്ന് രാവിലെ 10 മണിയോടെയാണ് പുഴയിലേക്ക് ഒരാൾ വീണ വിവരം ഫയർഫോഴ്സിന് ലഭിച്ചത്. തുടർന്ന് ഫയർഫോഴ്സ് ചാലക്കുടി പുഴയിൽ നടത്തിയ പരിശോധനയിൽ ഒരു ബാഗും ഒപ്പം രാംകിഷനെയും കണ്ടെത്തി. സേനാംഗങ്ങളായ അനിൽ മോഹൻ, RM നിമേഷ് എന്നിവരാണ് പുഴയിലിറങ്ങി പരിശോധന നടത്തിയത്. ആളെയും ബാഗും പോലീസിന് കൈമാറി. തൃശൂരിൽ 100% വിജയമുറപ്പിച്ചുവെന്ന് കെ മുരളീധരൻ. കരുവന്നൂർ വിഷയത്തിൽ ED സജീവമാകുന്നത് ഡീൽ ഉറപ്പിക്കാൻ വേണ്ടിയാണ്. വലിയ നടപടിയിലേക്ക് ED കടക്കില്ല. EDയുടെ ലക്ഷ്യം മോദിക്ക് 1-2 പേരെ കേരളത്തിൽ നിന്നും പാർലമെന്റിലേക്ക് അയക്കുക എന്ന ലക്ഷ്യമാണ് നോട്ടീസിന് പുറകിൽ. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള നീക്കമാണെങ്കിൽ നേരത്തെ തന്നെ ശക്തമായ നടപടി സ്വീകരിക്കേണ്ടതല്ലേ എന്നും കെ മുരളീധരൻ. നല്ല ഒരു റെസ്പോൺസാണ്. ഇപ്പോൾ 2ാം ഘട്ടം കഴിഞ്ഞ് സ്ഥാനാർത്ഥി പര്യടനം ആരംഭിച്ചു കഴിഞ്ഞു. ഇന്നലെ പുതുക്കാട് നിയോജകമണ്ഡലത്തിൽ 1ാം ഘട്ടം പൂർത്തിയായി. എല്ലായിടത്തും നല്ല റെസ്പോൺസാണ്. സാധാരണ ജനങ്ങൾ വളരെയധികം ഈ യാത്രേനെ വരവേൽക്കുന്നുണ്ട്. ഇന്നലെയൊക്കെ എനിക്ക് കാണാൻ കഴിഞ്ഞതാണ്. രാത്രി 10 മണിയായി ഇന്നലത്തെ പ്രചരണം അവസാനിച്ചപ്പോൾ. ഈ 10 മണി വരെയും പ്രത്യേകിച്ച് വരന്തരപ്പള്ളി ഭാഗത്തൊക്കെ വന്യമൃഗങ്ങൾ പോലെ ഇറങ്ങുന്ന പ്രദേശത്ത് പോലും ആളുകൾ സ്ഥാനാർത്ഥിയെ കാണാൻ വരികയും അവരുടെ പരാതികളും മറ്റും പറയുകയുണ്ടായി. അപ്പോൾ 100% ഞങ്ങൾ വിജയം ഉറപ്പിച്ചിട്ടുണ്ട്. വാർത്തകൾ തുടരുന്നു. കൊടുങ്ങല്ലൂർ ശ്രീകുറുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ ഭരണി മഹോത്സവത്തിന് അനുവാദം തേടി മുറതെറ്റാതെ ഈ വർഷവും ദേവസ്വം അധികൃതർ കാഴ്ചക്കുലയും പുടവയും വലിയ തമ്പുരാൻ ശ്രീ കുഞ്ഞിരാജയ്ക്ക് സമർപ്പിച്ചു. കൊച്ചിൻ ദേവസ്വം ബോർഡ് ഡെപ്യൂട്ടി കമ്മീഷണർ സുനിൽ കർത്ത, അസിസ്റ്റന്റ് കമ്മീഷണർ MR മിനി, അസിസ്റ്റന്റ് എഞ്ചിനീയർ TP കൃഷ്ണനുണ്ണി, ദേവസ്വം മാനേജർ K വിനോദ്, ഉപദേശക സമിതി സെക്രട്ടറി A വിജയൻ എന്നിവർ ചേർന്നാണ് കാഴ്ചക്കുലയും പുടവയും സമർപ്പിച്ചത്. പൂപ്പത്തി ചുള്ളൂർ മണിയത്തുകാവ് ക്ഷേത്രത്തിൽ നടന്നുവന്ന ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞം സമാപിച്ചു. സമാപന ദിവസം സ്വർഗാരോഹണം, കൽക്കി അവതാരം, കലികാല വർണ്ണന, മാർക്കണ്ഡേയ ചരിതം, ശ്രീകൃഷ്ണാവതാരം എന്നിവയായിരുന്നു പാരായണ ഭാഗങ്ങൾ. തുടർന്ന് യജ്ഞസമർപ്പണം, ആറാട്ട്, മംഗളാരതി, ആചാര്യദക്ഷിണ, പ്രസാദ വിതരണം എന്നിവ നടന്നു. കണ്ടമംഗലം നന്ദകുമാർ നമ്പൂതിരിയായിരുന്നു യജ്ഞാചാര്യൻ. സുനിത സുരേഷ് സഹ ആചാര്യയും അനിൽ കുറിഞ്ഞാത്തുമണ്ണ യജ്ഞഹോതാവുമായിരുന്നു. നിരവധി ഭക്തർ പങ്കെടുത്തു. ആനന്ദം കാണാനും കേൾക്കാനും മണക്കാനും രുചിക്കാനും അപ്പോൾ അത്തരം കാര്യങ്ങൾ നമ്മൾ ഒന്നിച്ച് ചെയ്യുമ്പോൾ അതിനാണ് നമ്മൾ മഹോത്സവം, ക്ഷേത്രോത്സവം എന്ന് പറയുന്നത്. വർഷത്തിലൊരിക്കൽ വർഷത്തിലെ പ്രധാനപ്പെട്ട ഉത്സവങ്ങൾ
ഓണം, വിഷു, തിരുവാതിര, ശിവരാത്രി ഇതെല്ലാം തന്നെ ആഘോഷിക്കാവുന്നതേ ഉള്ളൂ. ഇപ്പം ശിവരാത്രി കഴിഞ്ഞില്ലേ? കഴിഞ്ഞ മാസം ഇല്ലേ? ഇതിപ്പോൾ മീനമാസമല്ലേ? കുംഭത്തിലല്ലേ ശിവരാത്രി വരെ. ശിവരാത്രിക്ക് എന്താ ചെയ്യേണ്ടത്? പ്രധാനപ്പെട്ട കാര്യം എന്താ? ശിവരാത്രിക്ക് നമശിവായ ജപിക്കുക, ശിവന് പൂജ ചെയ്യുക, വൈകുന്നേരം ഭസ്മം ഉണ്ടാക്കുക. എത്ര ക്ഷേത്രത്തിൽ ഭസ്മം ഉണ്ടാക്കാറുണ്ട്? പഴൂക്കര സെന്റ് ജോസഫ് ദേവാലയത്തിൽ വിശുദ്ധ യൗസേ പിതാവിന്റെ വൂട്ടുനേർച്ച തിരുനാൾ ആഘോഷം ഏപ്രിൽ 26 മുതൽ മെയ് 6 വരെ നടക്കും. ഇതിന്റെ ഭാഗമായി സ്വാഗത സംഘം ഓഫീസിന്റെ ഉദ്ഘാടനം നടന്നു. ദേവാലയ വികാരി ഫാദർ സോജോ കണ്ണമ്പുഴ ഉദ്ഘാടനം നിർവഹിച്ചു. ജനറൽ കൺവീനർ പ്രേം ചെങ്ങിനിയാടൻ, പ്രവാസി പ്രസിഡന്റി കൺവീനർ സേവിയാർ കരേക്കാട്ട്, കൈക്കാരന്മാർ എന്നിവർ പങ്കെടുത്തു. 102 പ്രവാസികൾ ചേർന്നാണ് വൂട്ടുതിരുനാൾ നടത്തുന്നത്. തിരുനാൾ ആഘോഷങ്ങൾക്ക് ഏപ്രിൽ 26-ന് കൊടികയറും. മെയ് 5-നാണ് ഊട്ടുതിരുനാൾ. മെയ് 5-ാം തീയതിയാണ് വിശുദ്ധന്റെ തിരുനാൾ ദിനം. ആഘോഷപൂർവമായ ദിവ്യബലികളും ചടങ്ങുകളുമാണ് അന്ന് വിശുദ്ധന്റെ ഈ 5-ാം തീയതി നടത്തുന്നത്. അതുപോലെ വളരെ സൗഖ്യദായകമായ അനേകായിരങ്ങൾ ഭക്ഷിച്ച് തൃപ്തിയടയുന്ന വിശുദ്ധന്റെ ഊട്ടുനേർച്ചയും ഒന്നാണ്. 10,000-ൽ പരം ആളുകൾക്കാണ് ഈ വർഷം നമ്മൾ ഊട്ടുനേർച്ച സജ്ജമാക്കിയിരിക്കുന്നത്. അന്ന് വൈകിട്ട് 4 മണിക്കുള്ള ദിവ്യബലിക്ക് ശേഷം വളരെ ആഘോഷപൂർവമായ 2 അങ്ങാടിയിലേക്കുമുള്ള പ്രദക്ഷിണം ഉണ്ടായിരിക്കും. വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെയുള്ള പ്രദക്ഷിണവും തുടർന്ന് വാനിൽ വർണ്ണമഴയും ശേഷം കേരളത്തിലെയും ഇന്ത്യയിലെയും അറിയപ്പെടുന്ന മ്യൂസിക്കൽ ബാൻഡായ IBEAM ക്രിയേഷൻസിൻ്റെ ബാനറിൽ കഴിഞ്ഞ വർഷത്തെ ചലച്ചിത്ര പിന്നണി ഗായികയ്ക്കുള്ള സംസ്ഥാന അവാർഡ് ലഭിച്ച മൃദുല വാര്യരും അൻവർ സാദത്തും ചേർന്ന് ഒരുക്കുന്ന മെഗാ മ്യൂസിക്കൽ ഇവന്റ് ഉണ്ടായിരിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. ബിലീവേഴ്സ് ചർച്ച് വിജയഗിരി പബ്ലിക് സ്കൂൾ അണ്ണലൂർ PO അഷ്ടമിച്ചിറ ചാലക്കുടി. മൂർക്കനാട് ശിവക്ഷേത്രത്തിൽ ഉത്സവത്തിനിടെയുണ്ടായ ആക്രമണത്തിൽ ഒരാൾ മരിച്ചു. 5ഓളം പേർക്ക് ഗുരുതര പരിക്ക്. വെളുത്തൂർ മനക്കൊടി സ്വദേശി ചുള്ളിപ്പറമ്പിൽ വീട്ടിൽ സുഭാഷ് ചന്ദ്രബോസിന്റെ മകൻ അക്ഷയാണ് മരിച്ചത്. ട്രെയിനിൽ നിന്ന് ചാലക്കുടി പുഴയിൽ വീണ ഒരാൾ മരിച്ചു. മധ്യപ്രദേശ് സ്വദേശി രാംകിഷൻ ബാവേദിയാണ് മരിച്ചത്. തൃശൂരിൽ 100% വിജയമുറപ്പിച്ചുവെന്ന് കെ മുരളീധരൻ. കരുവന്നൂർ വിഷയത്തിൽ ED സജീവമാകുന്നത് ഡീൽ ഉറപ്പിക്കാൻ വേണ്ടിയാണ് എന്നും കെ മുരളീധരൻ പറഞ്ഞു. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.